തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 36ആയി. 100ലേറെ പേർ ആശുപത്രിയിൽ. 10 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് വിവരം. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 സ്ത്രീ അടക്കം 10 പേർ കസ്റ്റഡിയിലെന്നും വിവരമുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോഴും എത്ര പേർ ഗുരുതരാവസ്ഥയിലുണ്ട്? ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം നിരവധി പേരുടെ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നിലവിൽ 5ഓളം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ 100ലധികം പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. നേരത്തെ ഇന്നലെയൊക്കെ 60 പേരാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ചികിത്സ തേടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും വിവിധ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രികളിൽ കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെ എത്തിച്ചിട്ടുണ്ട്. ട്രിച്ചിയിൽ നിന്നും സേലത്തും അടക്കം കൂടുതൽ ഡോക്ടർമാരെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുകയാണ്. ഏതായാലും മരണസംഖ്യ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന നിലയിൽ ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഇത് ഏതാണ്ട് 100ന് മുകളിൽ ആളുകൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോൾ നിലവിൽ 109ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇന്നലെ ഇതിനുമായി ബന്ധപ്പെട്ട അന്വേഷണം തമിഴ്നാട് CBCIDക്ക് മുഖ്യമന്ത്രി വിട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അത് ജുഡീഷ്യൽ കമ്മീഷന് വിട്ടിരിക്കുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് ഗോകുൽദാസിനാണ് അന്വേഷണ ചുമതല. 3 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അതിന് പുറമെ ഈ ദുരന്തത്തിൽ മരിച്ച ആളുകൾക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് പുറമെ 50,000 രൂപ പരിക്കേറ്റവർക്ക് അടിയന്തരമായി സഹായം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്ന് 3 മന്ത്രിമാർ ഈ കള്ളക്കുറിച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ഈ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയും അവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഈ സന്ദർശിച്ച ശേഷം ഇക്കാര്യം പ്രധാനമായും പറഞ്ഞത് ഈ DMK ഈ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് ഈ മദ്യ ദുരന്തവുമായി അല്ലെങ്കിൽ ഈ മദ്യ ഉൽപാദനവുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയൊന്നും ഇതുവരെ എടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഈ എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം സന്ദർശിച്ചു. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മന്ത്രി ഉദയനിധി സ്റ്റാലിനും അല്പസമയം മുമ്പ് അവിടെ എത്തി വിവിധ ആശുപത്രികളിലുള്ള രോഗികളെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും തമിഴ്നാട് വലിയ ഒരു പ്രതിഷേധം, സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, പോലീസിനെതിരെ ഒക്കെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കാരണം ഈ മദ്യവിൽപ്പന, ഈ വ്യാജ മദ്യവിൽപ്പന അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പലതവണ പറഞ്ഞതാണ്. ഈ പോലീസിന്റെ കൺമുന്നിൽ പോലും ഇത്തരത്തിൽ മദ്യവിൽപ്പന നടത്തുന്നു എന്ന് അവിടെ സ്ത്രീകളടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടികളും അത് നിർത്താനുണ്ടായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് വില്ലുപുരം അടക്കമുള്ള മേഖലകളിൽ ഈ സമാനമായ മദ്യദുരന്തം ഉണ്ടാകുന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലൊരു ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. അത് ഈ ഒരു വാട്സപ്പ് നമ്പർ അടക്കം, അതായത് ഇത്തരത്തിൽ ഈ വ്യാജമദ്യം വിൽപ്പന നടത്തുന്ന ആളുകളുടെ വിവരങ്ങൾ കൈമാറുന്നതിന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലൊരു വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തൊക്കെ നടപടി സ്വീകരിച്ചു, എത്ര പേരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി തന്നെ നൽകണമെന്ന് മുഖ്യമന്ത്രി അന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ അത് പിന്നീട് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് വ്യാജമദ്യ വിൽപ്പന വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം പറയുകയും ചെയ്യുന്നത്. അതിനിടയിൽ ഈ സുരേഷ് എന്നൊരാളാണ് ആദ്യം ഈ വ്യാജമദ്യം കഴിച്ച് മരിക്കുന്നത്. ഈ സുരേഷിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരും ഈ മദ്യം കഴിച്ചു. അങ്ങനെ അവരും ഈ ദുരന്തത്തിന് ഇരയായി എന്നുള്ളതാണ് മറ്റൊരു വിവരമായി പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഈ അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുകയാണ്. നിലവിൽ 10 പേരാണ് ഈ കസ്റ്റഡിയിൽ ഉള്ളത്. അതിൽ 2 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം CBCID അന്വേഷണത്തിന് പുറമെ ജുഡീഷ്യൽ അന്വേഷണവും നടത്തുന്നുണ്ട് തമിഴ്നാട് സർക്കാർ. അതിന് പുറമെ ഈ മരിച്ചവർക്ക് കൂടുതൽ സഹായമടക്കം എത്തിക്കുന്നു. അതുപോലെ തന്നെ ചികിത്സയിലുള്ളവർക്ക് അവർക്ക് വിദഗ്ധ ചികിത്സകളടക്കം ഒരുക്കാൻ ഉള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗവർണർ RL രവിയുടെ ഭാഗത്തു നിന്നും അടക്കം രാവിലെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇന്ന് തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിയമസഭയിലടക്കം സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാകും. വ്യക്തമാണ്. നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത്. മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്.